സ്വർഗത്തിനു വേണ്ടി കിനാവ് കണ്ട് ജീവിച്ച മനുഷ്യർ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. ഗസയുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഇപ്പോൾ ഇസ്രായേൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഗസയിൽ ആളുകൾ? ഷെയ്ഖ് മർഹൂം ഷഹീദ് ഇസ്മായിൽ ഹനിയ രാവിലെ സുബൈക്ക് വാതിൽ തുറക്കുമ്പോ എന്റെ പിതാവ്, എന്റെ ഉപ്പ, മൂത്ത മകൻ അബ്ദുസ്സലാം പറയാൻ, ജീവിതത്തിൽ ഞാൻ എന്റെ പിതാവിന്റെ കൂടെ സുബൈ നിസ്കരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാതിൽ തുറക്കുമ്പോ ഉപ്പ പറയാറുള്ളത് മർഹബൻ ബിശ്ശഹാദ, രക്തസാക്ഷിത്വത്തിന് സ്വാഗതം എന്ന് പറഞ്ഞിട്ടല്ലാതെ വാപ്പ വാതിൽ തുറക്കാറില്ല. പോകണ സമയത്ത് ഉമ്മ പറയും, യാത്ര പോകുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാലിന്റെ കൂടെ എന്റെ കാലും കൂട്ടിക്കെട്ടണം. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷിയാവാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ് താങ്കൾ, കൂടെ എനിക്കും രക്തസാക്ഷിയാവാമല്ലോ എന്നാണ് എൻ്റെ മാതാവ് പിതാവിനോട് പറയാറുള്ളത്. പിതാവ് പറയാറുള്ളത് മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ടെഹ്റാനിൽ ഹോട്ടൽ റൂമിൽ രണ്ടുപേരാണ് ഉണ്ടായിരുന്നു. ഒന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ അംഗരക്ഷകൻ വസീമും. രണ്ടുപേരും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വസീമിന്റെ ബോഡി ഒരു കൈ തെറിച്ചു പോയിട്ടുണ്ട്. ആ കയ്യിലൊരു ഖുർആന്റെ കോപ്പി ഉണ്ട്. ഖുർആൻ പിടിച്ചു നിൽക്കുകയാണ്. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യരുടെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം മർദിദന്റെ പ്രാർത്ഥന അള്ളാഹു മറയില്ലാതെ സ്വീകരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ മർദിദ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തി.